ശവത്തി കുത്തല്ലേടാ. എന്റെ മകൻ തന്നെ എന്റെ മേളൊക്കെ പൂത്ത്. ഭാഗ്യവാനേ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ചലഞ്ചുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുഞ്ഞുപ്പാ, നമ്മുടെ ചലഞ്ചിന്റെ പേര് പറഞ്ഞേ. അതെ ഗൈസ്, ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള, അതായത് ഒട്ടും ചേരാത്ത ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അവൻ എന്തൊക്കെയാണെന്നൊക്കെ പറയാണ്. പറയില്ല, ഇപ്പൊ അല്ലാത്ത സർപ്രൈസ് ആണ്. ഓക്കെ ഓക്കെ. ഒട്ടും ബന്ധമില്ലാത്ത, അതായത് കഴിച്ചാൽ നമുക്ക് അയ്യോ ഇതാണ് ഇതിന്റെ കൂടെ എങ്ങനെ ഇത് കഴിക്കും എന്ന് തോന്നുന്ന ടൈപ്പുള്ള ഐറ്റംസ് ആണ്. ചിലപ്പോ നല്ല സാധനങ്ങളും കിട്ടും അല്ലേ? അപ്പൊ ഒട്ടും നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കണം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് കഴിക്കാനുള്ളത് ഹൽവയാണ് ഗൈസ്. 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. അതെ ഗൈസ്, ഹൽവയാണ്. അപ്പൊ അതേ 3 പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു ഡിഷ് കോംബോ ഉണ്ട് കേട്ടോ. അപ്പൊ 3 പേരുടെയും പാത്രത്തിൽ ഹൽവയുണ്ട്. കുഞ്ഞു പീസ് അല്ല, അത്യാവശ്യം വലിയ പീസാണ്. നല്ല നട്ട്സും എന്താ പറയാ മുന്തിരി സർവ്വ സാധനങ്ങളും ഉണ്ട് കേട്ടോ. മറ്റേ ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലേ, ആ സാധനം വരെ ഉണ്ട് ഇതിന്റെ അകത്ത്. ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പട്ടിപൊളിയാണ്. ഇതിന്റെ കൂടെ നല്ല സാധനമാണ് കിട്ടുന്നെങ്കിൽ ആ കിട്ടുന്ന ആള് ഭാഗ്യവാനാണ്. കഴിക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ പെട്ടുപോകും ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നറുക്കെടുക്കാൻ 3 1 2 3 എന്ന് എഴുതിയിട്ട് ഇതിലും 1 2 3 നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ പേപ്പറിൽ എഴുതി മടക്കിയിട്ടിരിക്കുകയാണ്. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പൊ അച്ഛ എടുത്തോ. അച്ഛ എടുക്കാൻ പോവാണ് ഗൈസ്. എടുത്തോ കുഞ്ഞപ്പാ. തുറക്കല്ലേ, 3 പേർക്ക് ഒരുമിച്ച് തുറക്കാവേ ഗൈസ്. അപ്പൊ ലാസ്റ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 പേര് ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. തുറന്നോ കുഞ്ഞേ. 1. എനിക്ക് 1 ആണ് ഗൈസ്. കുഞ്ഞപ്പന് 2 ആണ്. എനിക്ക് 3 ആണ്. അപ്പൊ ഗൈസ് ആദ്യം 1 കിട്ടിയ ആൾ തന്നെ തുറന്നു നോക്കട്ടെ. ഗൈസ്, എനിക്കാണ് 1 കിട്ടിയത്. എനിക്കാ കിട്ടിയത്. ഞാൻ തുറക്കാം. ഇതല്ലേ 1. നോക്കട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഗൈസ് അച്ചാറുമാണ് കോംബോ ഇട്ടിട്ട്. അയ്യോ, ഹൽവയുടെ കൂടെ അച്ചാറാണ് ഗൈസ്. ഞാൻ വേറെ പലതും പ്രതീക്ഷിച്ചു. വെളുത്തുള്ളി അച്ചാറാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ ഹൽവയുടെ കൂടെ അച്ചാർ, കുഞ്ഞപ്പാ അമ്മക്ക് അച്ചാറാ കിട്ടിയത്. അല്ല, ഇപ്പൊ കഴിക്കണം. നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് ഓ ഗൈസ്. അപ്പൊ ഞാൻ തന്നെ ആദ്യം കഴിച്ചു നോക്കാൻ അച്ചാറാണത് ഗൈസ്. അപ്പൊ ഈ ഹൽവ നമുക്ക് ഈ അച്ചാറിൽ മുക്കി തിന്നു നോക്കാം. നല്ല കോമ്പിനേഷൻ അല്ലേ? പിന്നെ ഭയങ്കര നല്ല കോമ്പിനേഷൻ. അത് നോക്ക്. എനിക്ക് അതിലും നല്ല എന്തുവാണ് കിട്ടിയേക്കുന്നത്. ബുഗാട്ടിയുടെ സൗണ്ടാ. അവൻ തന്നെ ചിരിച്ചിട്ട് അവൻ തന്നെ പറയുവാ. ഹൽവ മാത്രം തിന്നാൻ അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൽ മുക്കി തിന്നണം. മൊത്തം കഴിക്കണമെന്നില്ല. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലെ തിന്നു മകളെ. എനിക്ക് കഴിക്കാൻ പറ്റാത്ത എന്തായിരിക്കും വേണ്ടത്? എത്ര മണി കൊണ്ട് അമ്മ തിന്നുമെന്ന് നോക്കാം. എത്ര സമയം കൊണ്ട് തിന്നുമെന്ന് നോക്കാന്ന്. കൊള്ളാം. പക്ഷെ എന്തായാലും ഒരു വൃത്തികെട്ട ചൊവ്വ. കുഴപ്പമില്ല ഗൈസ്. അപ്പൊ അടുത്തത് തേനാണ് ഗൈസ്. കുഞ്ഞപ്പം ഭാഗ്യവാനാണ്. അവനാണ് തേൻ കിട്ടിയത്. ഇട ഭാഗ്യവാനേ. മുക്കി തിന്ന മോനെ. ഇച്ചി മാത്രം മതി. മുക്കി തിന്നോ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പറയടാ. കുഞ്ഞപ്പന് ഹൽവ ഇഷ്ടമല്ലേ? സൂപ്പർ. അവന് കുഴപ്പമില്ല. മാറ്റി വെച്ചേക്കാൻ. അവന് ഹൽവ പൊതുവെ ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ ചലഞ്ച് വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം കുഞ്ഞപ്പന് ഇഷ്ടമല്ല. അപ്പോൾ 3ാമത്തെ നമ്പർ എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ തുറക്കാം. അച്ഛക്ക് എന്താ കിട്ടിയേക്കണേന്ന് ഞാൻ നോക്കട്ടെ ഗൈസ്. അടിപൊളി ഗൈസ്. മീൻ ചാറ്, മീൻ കറിയാണ് കേട്ടോ. ചാളയാണ്. നമ്മുടെ മത്തി കരിമീൻ വറുത്തതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പാട്ട് പാടുന്നു ഗൈസ്. നല്ല 1-ാം മത്തിക്കറിയാണ്. ഹൽവയും മത്തിക്കറിയും പോലെ ഒന്നും നമ്മളെല്ലാരും കളിയാക്കിയല്ലേ. ഒട്ടും ചേരാത്ത സാധനങ്ങളെ നമ്മൾ അങ്ങനെ പറഞ്ഞ് കളിയാക്കൂലേ. കഴിയും. നല്ലോണം മുക്ക്. ഇച്ചിരി ഒന്നുമല്ല, നല്ലോണം മുക്കണം. നോക്കടാ അച്ഛ കഴിക്കണം. നോക്കടാ. എവിടെയോ എന്തോ ഒരു തകരാറ്. എന്താ പറവല്ലോ. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഗൈസ്. മണമണാ മുണുങ്ങണ്. പിന്നെ വൃത്തിയിട്ടൊന്നുമില്ല. ഇഷ്ടപ്പെട്ടു. നല്ല രുചി.
എന്ത് പറയാ? ചെറിയൊരു പുളി. ഞാൻ മിണ്ടായിരുന്നു കുഞ്ഞപ്പ പറയട്ടെ. അവർ ടെൻഷൻ അടിച്ചിരിക്കും എന്താണ് ടേസ്റ്റ് പറയുന്നത്. ഇഷ്ടപ്പെടുക ശരിയല്ല. ചെറിയ പുളിയും ആ മീൻകറിയുടെയും ഹലുവയുടെയും ടേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടില്ലേ? മാസ്റ്റർ ഷെഫാ. ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് വരെ നിങ്ങളോട് പറഞ്ഞുതരും. വേറെ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ ഇഷ്ടപ്പെട്ടെന്ന്. നമ്മൾ വിചാരിച്ചപ്പോ മത്തിക്കറി ഹൽവ ആരെങ്കിലും തിന്നുവോ? ചേട്ടന്റെ ആ ചവ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇഷ്ടപ്പെട്ടത്. പിന്നെ തിന്നു ഇത് വിയേഡ് ഫുഡ് കോമ്പിനേഷൻ ആണ് മനുഷ്യ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. രണ്ടാമത്തെ റൗണ്ട് എന്താ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നു, അത് അവരായിട്ടങ്ങ് തീർക്കുക. എന്നാ ഇനത്തോട് ചോറ് വെക്കണ്ടല്ലോ വീട്ടിൽ. എല്ലാ ദിവസവും ഹൽവയും മീൻകറിയും കൊടുത്താൽ മതിയല്ല. അടിപൊളിയാണ്, നല്ല കോമ്പിനേഷൻ. നീ പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ അച്ഛക്ക് ബുദ്ധി ഉണ്ടെന്ന്. ഗൈസ്, അപ്പൊ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ തുടങ്ങുകയാണ്. ഇപ്രാവശ്യം നമ്മൾ വെച്ചിരിക്കുന്നത് സോസ് ആണ് ഗൈസ്. നമ്മുടെ ടൊമാറ്റോ സോസ് ആണ്. 3 പേർക്കും സെയിം ആണ് കേട്ടോ, സോസ് ആണ്. അപ്പൊ ഈ സോസിന്റെ കൂടെ എന്തായിരിക്കും കിട്ടാൻ പോണേന്ന് നമുക്ക് നോക്കാം. കുഞ്ഞപ്പാ എടുത്തോ. അവൻ ആദ്യമേ കൈ ഇട്ടു. അവൻ കൈ എടുത്തോ. രണ്ടാമത് നീ അച്ചക്കൊറണുണ്ട് ഗൈസ്. അപ്പൊ തുറക്കാം. എനിക്ക് 2 ആണ്, കുഞ്ഞപ്പന് 3 ആണ്. എടാ ഇത് 2 അല്ലേ? ഇത് 3. അപ്പൊ എനിക്ക് 2, കുഞ്ഞപ്പന് 3. എനിക്ക് തുറന്നോ, ഒട്ടും സമയം ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഏതെങ്കിലും ഒരു സാധനം നല്ലതുണ്ടാവുള്ളൂ. ചിലപ്പോ നമ്മൾ കഴിക്കണ പോലെ ഇരിക്കും. കട്ട്ലേറ്റ് സോസും അടിപൊളി കോംബോ അല്ലേ. കൊതിപ്പിക്കണം. ഇനി കുറച്ചു നേരം കാണേണ്ടി വരും ഷോ. അതിന് നമുക്ക് നോക്കാൻ പോനെ. അമ്മക്കാ 2 കിട്ടിയത്. അമ്മ തുറക്കട്ടെ ഗൈസ്. 2 എന്റെ ആണ്. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. റെഡി 1 2 3. ലഡുവാ. എന്തിനാണ് ലഡു വെച്ചത് ഗൈസ്? ഇവന്മാരാണ് ഗൈസ് എല്ലാം സെറ്റ് ചെയ്തത്. ഈ ലഡുവായിട്ട് ഞാൻ ഇങ്ങനെ തിന്നും കുഞ്ഞത്. ലഡുവിലൊരു ഉറുമ്പ് കയറി പോണുണ്ടല്ലോ. നിക്കടാ അവിടെ ഗൈസ്. ഇത് അയ്യോ, ഇത് ശരിക്കും വിയേഡാണ്. നമുക്ക് കഴിച്ചു നോക്കി, ചിലപ്പോ പൊളിയാണെങ്കിലും. ചേട്ടൻ ചിലപ്പോ തിന്നും, എനിക്ക് പറ്റൊന്നുമില്ല. നോക്കട്ടെ. അടിപൊളി ഞാൻ പുറകെ കഴിക്കാം. 1 മിനിറ്റ്. അതിൽ ലഡുവിന്റെ ടേസ്റ്റ് ഒന്ന് അറിയട്ടെ, എന്നിട്ട് കഴിക്കാം. കഴിച്ചു നോക്കട്ടെ. ഒട്ടും കൊള്ളൂല. വേറെ എന്തും തിന്നാൻ കഴിച്ചു. ഇത് ഒട്ടും പറ്റുള്ള. ഇത് ഇത് കൊള്ളൂലട്ടാ. ഒരു വളിച്ച ടേസ്റ്റ്. എന്റെ മേലൊക്കെ പൂത്ത് കയറണം. അപ്പൊ ഇനി നമുക്ക് കുഞ്ഞപ്പനെ നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. കുഞ്ഞപ്പന്റെ 3ാം നമ്പറാണ്. അമ്മേനെ പോലെ തന്നെ പണിയാടാ. ജിലേബിയാണ് ഗൈസ്. എന്നാ പോന്നെ ജിലേബി സോസ് മുക്കി തിന്നി. എങ്ങനെയുണ്ടെന്ന് പറ. അല്ല അത് മുങ്ങില്ലല്ല. എന്റെ മകൻ തന്നെ. എങ്ങനെയുണ്ട്? മേല് പൂത്ത് തന്നാ. ഓറഞ്ച് പോലത്തെ ടേസ്റ്റ്. അത് ഈ ജിലേബി ഓറഞ്ച് കളർ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണം. ഇഷ്ടപ്പെട്ടാ നിനക്ക്? ഇഷ്ടപ്പെട്ടില്ല. കൊള്ളിയല്ല കേസ്. ഇതൊന്നും വായി വെക്കാൻ കൊള്ളിയാത്ത കോംബോയാണ് ഈ ജിലേബിയിൽ ഇടുക. അത് സോസിന്റെ കൂടെ. മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത് ഭയങ്കര സ്പെഷ്യൽ സാധനമാണ് ഗൈസ്. കുഞ്ഞപ്പന്റെ ഫേവറേറ്റ് ആണ് മാഗി. ആ ചെറിയ നോക്കിയേ, മാഗിയാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ കഴിക്കാൻ കിട്ടുന്നത് നല്ല സാധനമാണെങ്കിൽ ഭാഗ്യം. അല്ലെങ്കിൽ പെട്ടെന്ന്. കഴിഞ്ഞ 2 പ്രാവശ്യം എനിക്കൊന്നും നല്ലത് കിട്ടിയില്ല. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. സ്ട്രോങ് കോമ്പിനേഷൻ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് നല്ലതായിരുന്നു. അതെ. അപ്പൊ നമുക്ക് എന്താണെങ്കിലും കുലിക്കാൻ ഗൈസ്. ഒട്ടും താമസിക്കേണ്ട. റെഡി 1 2 3 സ്റ്റാർട്ട്. അയ്യോ ഓർമ്മ താഴെ പോയി. ഈ താഴെ പോയത് എനിക്ക് മതി. എന്നാ ഏതായാലും കുഴപ്പമില്ല. അല്ല ഏതാണെന്ന് കുഞ്ഞുപന് 2 ആണോ? എനിക്ക് 1 ആണ് ഗൈസ്. എനിക്ക് 1 ആണ് കിട്ടിയത്. എന്റെ പൊന്നെ ഇപ്രാവശ്യമെങ്കിലും നല്ല കിട്ടണേ. 2 ആണ്. അപ്പൊ ആദ്യം നമുക്ക് കുഞ്ഞപ്പനെ തുറക്കാം. കുഞ്ഞപ്പനെ തുറന്നു മതി. എന്റെ തുറക്കണ്ട. റെഡി 1 2 3 സ്റ്റാർട്ട്. മീൻകറിയാണ്. അയ്യോടാ ഷോ. ഞാൻ ചേട്ടനെ കിട്ടണേന്നാണ് പ്രാർത്ഥിച്ചത്. മീൻകറി എന്റെ കുഞ്ഞിപ്പന് കിട്ടി. കുഞ്ഞേടാ എങ്ങനെയുണ്ടടാ? അച്ഛന്റെ മകൻ തന്നെ. ഇഷ്ടപ്പെട്ടാ?
എരിവില്ലേടാ ഗൈസ് ഒന്നാം എന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. അയ്യോ എനിക്ക് കൊതി എനിക്ക് കണ്ടിട്ട് കൊതി കൈയൊക്കെ നക്കി കഴിക്കും. കയ്യൊക്കെ നക്കി ചോറിന്റെ കൂടെ കഴിക്കും കേട്ടോ ആള് ചോറിനോട് കഴിച്ചത് ചോറിനൂടെ കഴിച്ചാൽ നല്ലായിരിക്കും. സൂപ്പർ അല്ലേ അവനാ? ഇല്ലേ ഇതാണ് വിയേഡ് വെക്കാൻ നോക്കിട്ട് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇത് എന്ത് ഗെയിമാണ് ഗെയിം ഇത്? മാറ്റി വെച്ചേക്കാം മതിയായി കേട്ടാ മതി. എനിക്കിത് സമയത്ത് എന്റെ മണ്ണ് ഞാൻ മണ്ണ് ഉറക്കാൻ പോണേ. ബാ ഇവിടെ ബാ. അയ്യോ ഇവിടെ ഒരു പ്രാവശ്യം പോലും എനിക്ക് നല്ലതില്ല. എന്താ നിങ്ങക്ക് മനസ്സിലായി? തൈരാണ് തൈര് നല്ല കട്ട തൈരാണ്. നോക്കിക്കേ മറ്റേ കൃഷ്ണൻ വെണ്ണ തിന്നണ പോലത്തെ വെണ്ണ. ദൈവമേ വല്ല പാലായിരുന്നെങ്കിലും മതിയായിരുന്നു. ഇതെങ്ങനെ ഞാൻ കഴിക്കും? ഇത്തിരി വെച്ച് കുഴച്ചു നോക്കിയ സൈഡിൽ 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 വെച്ച് കുഴച്ചു നോക്കി തൈര് കൊള്ളാട്ടോ. മാഗി ആയിട്ട് എങ്ങനെയായിരിക്കും? ഞാൻ ഇച്ചിരി വെണ്ണ പോലെ കുറച്ചെടുത്തിട്ടുണ്ട്. മിക്സ് കൃഷ്ണ 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 പാട്ട് പാടുന്ന കേസ്. ഇത് നോക്കിക്കേ ചിലപ്പോ പൊളിയായിരിക്കും. അയ്യോ പുളിപ്പ്. ചിലപ്പോ ചേട്ടന് ഇഷ്ടപ്പെടും. ഇത് ചേട്ടന് ഇഷ്ടപ്പെടും. കൊള്ളൂല വായി വെക്കാൻ കൊള്ളൂല. എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. അത്രക്കും ബോറാണ്. ഇത്രയും നേരം കഴിച്ചതിൽ ഏറ്റവും ബോർ ഇതാണ് ഗൈസ്. വായി നമുക്ക് തിന്നാൻ പോലും പറ്റത്തില്ല ഗൈസ്. അപ്പോൾ ഇനി എന്റെ മാത്രമാണ് ഓപ്പൺ ചെയ്യാനുള്ളത്. നമ്പർ 3. ഞാൻ തുറക്കാം. ഞാനല്ലേ ഇവിടെ ഇരിക്കണത്. ഞാൻ തുറക്കാം. ഇതെന്താ സോസ് ഗൈസ്? സോസ് ആണ് കേട്ടോ. അയ്യോ സോസും മാഗിയും ഒന്നും വലിയ കുഴപ്പമില്ല. ഞാൻ കഴിച്ചിട്ടില്ല. ഏയ് സോസും മാഗിയൊക്കെ കഴിക്കാം. നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അവൻ സോസിന്റെ ഉള്ളിൽ മുക്കാണ്. കുഞ്ഞപ്പ സീൻ. എങ്ങനെയുണ്ട് പോന്നെ സോസും മാഗി? അടിപൊളി. അത് അവന് ഇഷ്ടപ്പെട്ടു ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളൂലേ കുഞ്ഞ്? നമുക്കിപ്പോ സാധാ ഇപ്പം മറ്റേ ചിക്കൻ നൂഡിൽസ് ഒക്കെ ആണെങ്കിൽ സോസിൻ്റെ കൂടെ കഴിക്കാം. പക്ഷെ ഇതുമായിട്ട് എനിക്ക് വലിയ ചേരുന്നില്ല അല്ലേ ഗൈസ്? അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 4ാമത്തെ റൗണ്ടാണ്. ഇപ്രാവശ്യം വെച്ചിരിക്കുന്നത് റൈസ് ആണ് ഗൈസ്. നമ്മുടെ ചോറാണ്. ചോറില്ലാണ്ട് എന്തല്ലേ? അവസാനം ചോറ് കഴിച്ച് അങ്ങോട്ട് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. കുഞ്ഞാ കഴിക്കില്ലേ? നമുക്കിത് തുറന്നിട്ട് കഴിക്കാം. നിക്ക് എനിക്ക് കഴിഞ്ഞ 3 റൗണ്ടിലും ഫ്ലോപ്പാണ് ഗൈസ്. എനിക്ക് ഒന്നും നല്ലത് കിട്ടിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്റെ കൂടെ വേണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് നല്ലത് കിട്ടിയതാണ്. കുണുമാസി മറ്റേ പ്രാവിന്റെ ചെവിക്കൂടി എന്തെങ്കിലുമൊക്കെ പറ. എടുത്തോ. ഞാൻ അമ്മ കുഴപ്പമില്ല. അങ്ങനെ ഏതായാലും മതിയടാ. ഇതെങ്ങാനും ചീത്തതാണെങ്കിൽ ഗൈസ് എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. എനിക്കും അപ്പൊ എനിക്ക് 1, കുഞ്ഞപ്പന് 2, അച്ഛക്ക് 3. അപ്പൊ ഗൈസ് 1, 2, 3 അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എന്റെ ദൈവമേ എന്ത് വേണമെങ്കിലും ചെയ്യാവേ. എനിക്ക് ഇപ്രാവശ്യമെങ്കിലും നല്ല 2. അവന്റെ അത് തന്നെയല്ലേ? തുറന്നോ പൊന്നു തുറന്നോ. 2 റെഡി 1, 2, 3 ബൂസ്റ്റ്. അയ്യോടാ ചോറിന്റെ കൂടെ ബൂസ്റ്റ് ആണ് ഗൈസ്. നമ്മുടെ മുത്തേ ബൂസ്റ്റ് മതി. അവൻ കൊതിച്ചിരിക്കും. അവൻ എന്നെ അമ്മ പൊട്ടിത്തരാം. അയ്യോ പല്ല് പോവും. ഇവിടെ ഇട്ട് തരട്ടെ? ഓ ഇത്തിരി ഇട്ടിട്ടുണ്ടേ ഗൈസ്. ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അവന് എന്നെ മനസ്സിലായി. അവൻ ആ ബൂസ്റ്റ് എടുത്ത് അടിപൊളിയാണെന്ന് ചോറെടുത്തിട്ട് ബൂസ്റ്റിൽ വെതറിയിട്ട് തിന്നാണ് ഗൈസ്. ഓ എന്റെ പൊന്നു. അതുപോലെ അവൻ കഴിക്കണത്. ടേസ്റ്റ് ചെയ്ത് നോക്കും. ഒരുമിച്ചിരുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കും. എങ്ങനെയുണ്ട്? ശരിക്കുള്ള അഭിപ്രായം പറ. കഴിച്ചിട്ട് എന്ത് തോന്നണം കുഞ്ഞിന്? അയ്യേ കൊള്ളൂല അങ്ങനെ തോന്നണോണ്ടാ? ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണെന്ന്. മറ്റേ ചമ്മന്തിപ്പൊടി ഇല്ലേ? ചമ്മന്തിപ്പൊടി കഴിക്കല്ലേ? അതുപോലെയാണ് ഈ ബൂസ്റ്റ്. കഴിച്ചുള്ള ചോറുണ്ടാണല്ല ഗൈസ്. അപ്പൊ കുഞ്ഞപ്പന് ഇഷ്ടപ്പെട്ട അവൻ കഴിക്കണോണ്ട്. അപ്പൊ ഇനി എന്റെ 2ാമത്തെ ദൈവമേ. അല്ല ഏതാ 2? അല്ല അപ്പൊ എന്റെ 1 അല്ലേ? എന്റെ 1 ആണ്. നോക്കട്ടെ ഗൈസ്. അതുവരെ മറന്നുപോയി. ഞാനും എനിക്ക് ആരും കഴിക്കാത്തൊരു കോമ്പിനേഷൻ ആയിരിക്കും. അത് കാരണം കുഴച്ച് കഴിക്കാൻ ഒരു പാടും ഉണ്ടാവില്ല. എന്റെ ദൈവമേ ഞാനിത് ചേട്ടൻ കുഴച്ച് കഴിക്കാൻ നോക്കട്ടെ. അമ്മ കഴിക്കാൻ പോയി. അവന് മനസ്സിലുണ്ടാവും. പകുതി ഞാൻ എടുത്തോളാം. അത് വേണ്ട പിന്നെ അത് അമ്മക്ക് കിട്ടിയ ചലഞ്ചല്ലേ? അമ്മ കഴിക്കാം. എന്തുവാ
കുഞ്ഞ് ചോറും പഴവും കൊള്ളൂലടാ, ഒരു ടേസ്റ്റും ഇല്ലടാ. വെറുതെ കഴിക്കാനാ? അത് കൊള്ളാം, ബൂസ്റ്റും പഴവും കൊള്ളാം. ഇവൻ ബുദ്ധിമാനാണ് കേട്ടാ. ഇച്ചിരി ചോറ് മാറ്റി വെക്കട്ടെ, ഇച്ചിരി മാത്രം ചോറിലിട്ട് കുഴക്കാം. എനിക്കെന്ത് വള്ളി നിങ്ങക്ക് വള്ളിയല്ല, നിങ്ങക്ക് കുനുപ്പായിരിക്കും. അമ്മ കഴിക്കട്ടെ, അമ്മ കഴിച്ചിട്ട് അച്ഛൻ ഉറക്കാം. അപ്പൊ അച്ഛൻ കമ്മയുടെ കഴിച്ചിട്ട് ആസ്വദിക്കാമല്ലോ. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതെ മാഗിയും തൈരുമാണ് ഗൈസ്. ഇത് വലിയ കുഴപ്പമില്ല. വരത്തില്ല, ഇത് അരുവില്ല. എന്റെ കൂടെയാണ് കഴിഞ്ഞ ചലഞ്ചിൽ ഇവള് ജയിച്ചു. ഒന്ന് മണക്കട്ടെ ഒന്ന്. ഒടുക്കത്തെ മണം എന്റെ പൊന്നെ. മീൻ വറുത്താണ്, മത്തി വറുത്താണ് ഗൈസ്. ചാള ചാള ചാളേ പോയി. ഓ അത് ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ, കൊറേ ഉണ്ട്. അവൻ എന്റെന്ന് എടുത്ത് ചേട്ടന്റെ എടുത്ത്. എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഫേവറേറ്റ് ആണ് ഗൈസ്. കരിമീൻ വറുത്തതുണ്ട്, കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചാള വറുത്തതും ചോറും അവന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എന്താ സൈലന്റ് ആയിട്ട്? ഇന്ന് നമ്മുടെ കൂടെയാണ് ഭാഗ്യം. ഭാഗ്യം, അതെ, ഇന്ന് ചേട്ടന്റെ കൂടെയാണ് ഭാഗ്യം മൊത്തം. നിന്റെ ഭാഗ്യം. അവന് പിന്നെ എല്ലാം കഴിക്കണുണ്ടാവും, അവന് കുഴപ്പമൊന്നുമില്ല. ഗൈസ്, അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി ചലഞ്ച് ആയിട്ട് നമ്മൾ ഇനിയും വരും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.